പക്ഷേ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം അതുപോലെ ഇങ്ങോട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും ചെക്ക് ചെയ്യണം. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പ്രയോറിറ്റി നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതും എപ്പോഴും ചെക്ക് ചെയ്യണം. നമ്മൾ അവരിലേക്ക് സ്നേഹം കൊടുക്കുക, അവരുടെ ആവശ്യത്തിന് പണം കൊടുക്കുക, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുക, അവർക്ക് വേണ്ടി എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുക. ഇത് അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ഇതേപോലെ തിരിച്ചു ആ വ്യക്തി നമ്മളോട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ബന്ധം നന്നായിട്ട് മുന്നോട്ട് പോവുള്ളൂ. ഇവൻ ഫ്രണ്ട്ഷിപ്പ് പോലെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഒരുപോലെയാണ്. നമ്മളും പഠിക്കുന്നുണ്ട്, അവരും പഠിക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ പഠിച്ച് നല്ല മാർക്ക് മേടിക്കണമെന്ന് ആ കുട്ടിക്ക് കൂടെ ആഗ്രഹമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ എപ്പോഴും ചെക്ക് ചെയ്യണം. നമ്മുടെ സ്വഭാവം, നമ്മുടെ ആറ്റിറ്റ്യൂഡൊക്കെ നമ്മളുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന 5 പേരുടെ ആവറേജ് ആയിരിക്കും. നമ്മുടെ ഫ്രണ്ട്സിന്റെ 5 പേരുടെ ആവറേജ് ആയിരിക്കും. പേരൻസ് പറയാറില്ലേ, നിന്റെ ആ ഫ്രണ്ടാണ് നിന്നെ ഇങ്ങനെ ആക്കിയതെന്ന് പറയാറില്ലേ? നിന്റെ ഫ്രണ്ടാണ് നിന്നെ ഇങ്ങനെ ആക്കിയതെന്ന് പറയും. അവരുടെ പേരൻസ് പറയും നമ്മളാണ് അവരങ്ങനെ ആക്കിയത്, അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള 5 പേരുടെ സ്വഭാവത്തിന് ഏവറേജ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ. നമ്മളുടെ കാഴ്ചപ്പാടുകളും എല്ലാ രീതികളും അതുപോലെ ആയിരിക്കും. അപ്പൊ ഫ്രണ്ട്ഷിപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല ബന്ധങ്ങളാവാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ആലോചിച്ച് തീരുമാനമെടുക്കുക.